പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം. ഇതാണ് ചാണകം. ഈ ചാണകം നമ്മൾ പണ്ടൊക്കെ, ഇന്നുള്ള പുതിയ തലമുറകൾക്കൊന്നും അറിയത്തില്ല, എന്നാലും പറയാം. ഈ ചാണകം പണ്ടുള്ള ഓല പറഞ്ഞ മേഞ്ഞ വീടും അന്ന് വീടിനകത്ത് തല്ലി മെഴുകിയ തറയും, ആ തറയ്ക്ക് നമ്മൾ ചാണകം കലക്കി ഒഴിച്ചാണ് മെഴുകുന്നത്. ആ മെഴുകുമ്പോൾ അതിനകത്ത് കരിയും പല സാധനങ്ങളൊക്കെ ചേർക്കും. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അതൊരു ഔഷധമായി മാറും. അതുപോലെ തന്നെ കന്നുകാലികളൊക്കെ ആണെങ്കിലും നല്ല മണത്ത് നോക്കി നല്ല പുല്ലും ഔഷധ ഗുണമുള്ള പുല്ലൊക്കെ തിന്നുള്ള ചാണകമാണ് അന്നത്തെ കാലത്ത്. ഇന്നത് കൂട്ട് ചാണകമൊന്നും കിട്ടിയല്ല. പിന്നെ നല്ല പുല്ലും വൈക്കോലും തിന്നുന്ന കന്നുകാലിയുടെയൊക്കെ ചാണകമാണ് ഏറ്റവും അത്യുത്തമം. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ചാണകം മെഴുകിയ തറയും ഓലമേഞ്ഞ പെരയും, അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര വേനൽക്കാലമാണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ പെരക്ക് ഓലയെല്ലാം അങ്ങ് തണുത്ത് പെരക്കകത്ത് നല്ല കൂളിംഗ് ആയിരിക്കും. അതുപോലെ മഴക്കാലം വരുമ്പോഴും അങ്ങനത്തെ എല്ലാ രീതിയിലും ഒരു ഭയങ്കര സെറ്റപ്പുള്ളൊരു കാലഘട്ടമായിരുന്നു അന്ന്. ഈ ചാണകം മെഴുകിയ തറയിൽ കൂടെ നമ്മൾ നടക്കുകയും നമ്മൾ കിടക്കുകയും പുൽപ്പായും തഴപ്പായും ഒക്കെ വിരിച്ച് കിടക്കുകയും ചെയ്യുമ്പോൾ നടുവേദന മൂലം ഒരുമാതിരി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറി നിൽക്കും. വാദം ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നുള്ള പുതിയ തലമുറകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇന്ന് പരിഷ്കാരവും കാര്യങ്ങളുമായി ഇഷ്ടംപോലെ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലഘട്ടമായി, അതുപോലെ നമ്മൾ രോഗങ്ങളെല്ലാം വിലയ്ക്ക് മേടിക്കാൻ തുടങ്ങി, പോളിസി എടുക്കാൻ തുടങ്ങി, ഇഷ്ടംപോലെ കാശ് കൊണ്ടുപോയി ചികിത്സയ്ക്കായി ചെലവഴിക്കാനും തുടങ്ങി. ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യപരമായി വീണ്ടും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഇപ്പോഴും നമുക്കുണ്ട്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ മുറ്റം കംപ്ലീറ്റ് ഇങ്ങനെ ചാണകം കൊണ്ട് കലക്കി അടിച്ച് മെഴുകി നല്ല വൃത്തിയാക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇതുകൊണ്ടോ ഈ കാണുന്നത്, ഇതിപ്പോൾ ഇങ്ങനെ മെഴുകി ചൂലുകൊണ്ട് അടിച്ച് നല്ല വൃത്തിയാക്കുവാണ് ഈ തറ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി നമുക്ക് ഇതിനകത്തോടെ നടക്കുകയും ചെരുപ്പൊന്നും ഇല്ലാതെ ഇതിനകത്തോടെ നടക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാലിനൊക്കെ ഒരു നല്ല സുഖം കിട്ടുകയും വാദം മുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പോൾ ഞാൻ വീട്ടിൽ കൂടുതലും ചെരുപ്പൊന്നും ഉപയോഗിക്കാറില്ല. അത് കാരണം വെച്ചാൽ ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഈ ചൂലുകൊണ്ട് ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ മെഴുകി നല്ല അടിപൊളിയാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള സംഭവം. ഇതാണ് എൻ്റെ വീട്. ഇപ്പോൾ ഇതാ കണ്ടോ, ഇത് ഞാനിവിടെ ഇങ്ങനെ മെഴുകാറുള്ളതാണ്. ഇപ്പോൾ വീണ്ടും പുതിയതായിട്ടൊന്നും കൂടെ മെഴുകുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഓണമൊക്കെ വരുമ്പോഴത്തേക്കും പൂവിടാൻ വേണ്ടി ഒരു തറയൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, റൗണ്ടിൽ. അപ്പോൾ നമുക്ക് ഓണമൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ മെഴുകി പൂവൊക്കെ ഇടുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നിങ്ങൾക്കും ഇതൊക്കെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 10-15 മിനിറ്റൊക്കെ ഈ ചാണകം മെഴുകിയ തറയിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരുപ്പൊന്നും ഇടാതെ നടക്കുവാണ് അതിൻ്റേതായ ഗുണം ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു 10 ദിവസമെങ്കിലും കുറഞ്ഞത് നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ആരോഗ്യപരമായ മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു.